അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ കോഴിക്കോട് കടപ്പുറം മറ്റൊരു ചരിത്ര നിർമ്മിതിക്ക് കൂടി വേദിയാവുകയാണ്. വലിയ പ്രചണ്ഡമായ പ്രചാരണങ്ങളില്ലാതെ, ശബ്ദകോശങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ കടപ്പുറത്ത് എങ്ങനെയാണ് വൈകുന്നേരത്ത് യുവജനങ്ങളെ കൊണ്ടുവരാൻ കഴിയുക എന്ന് ചോദിച്ച ആളുകൾക്ക് മുസ്ലിം യൂത്ത് ലീഗിന് കൊടുക്കാവുന്ന ഒരു മറുപടിയാണ് ഈ മഹാജനസാഗരം. ഇവിടെ ഈ 2 മാസങ്ങളിലായിട്ട് ചില സമ്മേളനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമ്മേളനം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇത് ഏതെങ്കിലും വിഭാഗങ്ങൾക്കെതിരെയുള്ള വംശീയമായ വെറിയുടെ വർത്തമാനം പറയുന്ന സമ്മേളനമല്ല. സമുദായത്തിൻ്റെ അകത്ത് ഭിന്നിപ്പിൻ്റെ ഭാഷ പറയുന്ന ഒരു സമ്മേളനമല്ല ഇത്. വൈകാരികമായി തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെ അരക്ഷിതബോധം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി യുവാക്കളെ സംഘടിപ്പിച്ച സമ്മേളനമല്ല ഇത്. രാജ്യാഭിമാനം കാക്കുക, ആത്മാഭിമാനം ഉണർത്തുക എന്ന ഒരു മഹത്തായ സന്ദേശവുമായി രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ മുസ്ലിം യുവതയെ സജ്ജമാക്കിയതിൻ്റെ സമാപന സമ്മേളനമാണ് ഈ ജനലക്ഷങ്ങൾ ഒത്തുകൂടി ഈ മഹാസമ്മേളനം. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, പുതിയ കാലത്ത് പുതിയ അവതാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ചെറുപ്പക്കാരുടെ ദേശക്കുറിച്ചിനെ കുറിച്ചാണ് ഇപ്പം വലിയ ചർച്ച നടക്കുന്നത്. ഇവർക്കറിയില്ല എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ജനലക്ഷങ്ങൾ, ഈ ചെറുപ്പക്കാർ ആരുടെ പിന്മുറക്കാരാണ് എന്ന്. ബ്രിട്ടീഷുകാര് സ്വന്തം മക്കളുടെ ശിരസ് ഭക്ഷണത്തളികയിൽ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ രാജ്യാഭിമാനത്തിൻ്റെ അഭിമാനബോധം ഉയർത്തിപ്പിടിച്ച ബഹദൂർ ഷാ സഫറിൻ്റെ ജോർജ് 5 മുഖത്ത് നോക്കി എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരിക, അല്ലെങ്കിൽ 6 അടി മണ്ണ് തരിക എന്ന് പറഞ്ഞ മുഹമ്മദ് അലി ജൗഹറിൻ്റെ പിൻഗാമികൾ. രാജ്യത്തിനെതിരെ ശത്രുരാജ്യം യുദ്ധവുമായിട്ട് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മകനെ രാജ്യത്തിനു വേണ്ടി ദാനം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ പിന്മുറക്കാണ്. ഞങ്ങളുടെ കഅബാലയം സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യ തന്നെയാണ് ഈ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വരികയാണെങ്കിലും ഞങ്ങളുടെ അവസാന ശ്വാസം വരെ രാജ്യത്തിനെ അതിർത്തി കാക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച മഹാനായ മുഹമ്മദ് കോയ സാഹിബിന്റെ പിൻഗാമികൾ. ഈ പിൻഗാമികൾക്ക് ബ്രിട്ടീഷുകാരുടെ മാപ്പ് എഴുതി കൊടുത്ത് ജയിൽ മോചനം വാങ്ങിയിട്ട വീർ സർവാക്കറിന്റെ പിൻഗാമികളുടെ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് വിളിച്ചു പറയുന്ന സമ്മേളനമാണ്. നമ്മുടെ നാടിനെ വിഭജിക്കുവാനുള്ള അജണ്ടകളുമായിട്ടാണ്. നമുക്കറിയാം, ലോകത്ത് അധികാരത്തിൽ വന്ന ട്രംപിൻ്റെ അതേ സ്വഭാവമുള്ള ഭരണകൂടം ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് മുന്നോട്ട് വരുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനം വിളിച്ചു പറയുന്നത് ഇത് കേവലം മതപരമായ ഒരു വിഷയമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്ന ദളിത്, പിന്നോക്ക, ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ മുന്നേറ്റത്തിന്റെ കടക്കൽ കത്തിവെക്കുവാനും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വർഗീയമായ പോളറൈസേഷൻ സൃഷ്ടിക്കുവാനുമുള്ള വളരെ ഭീകരമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഏക സിവിൽ കോഡുമായി രംഗത്ത് വരുന്നത്. ഏക സിവിൽ കോഡിന്റെ
അജണ്ട അടുക്കളയിൽ വേവിച്ചെടുക്കുന്നവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കോഴിക്കോടിന്റെ താക്കീത് കൂടിയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ സമ്മേളനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഈ സമ്മേളന പ്രവർത്തന കാലഘട്ടത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ചില മുദ്രാവാക്യങ്ങളുണ്ട്. ഒന്ന്, തീവ്രവാദത്തിനെതിരെയില്ല സന്ധിയില്ല സമരം എന്നുള്ളതാണ്. മറ്റൊന്ന്, രാജ്യനിർമ്മാണ പ്രവർത്തനത്തിന് യുവാക്കളെ സജ്ജരാക്കുക എന്നുള്ള ഐഡിയൽ യൂത്ത് കോറാണ്. ചെറുപ്പക്കാരുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഒരു വിഹിതം വാങ്ങിക്കൊണ്ട് രാജ്യസേവനത്തിന് ചെലവഴിക്കുക എന്ന് പറയുന്ന ഷെയ്ഡ് പദ്ധതിയാണ്. ഈ 3 പദ്ധതികൾ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണയോടെ നടപ്പിലാക്കിയ പദ്ധതികളാണ്. മറ്റൊന്ന്, രാജ്യത്ത് ഉയർന്നു വരുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, പ്രത്യേകിച്ച് JNUവിൽ നിന്നും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ഇവിടുത്തെ പുഴുക്കളെപ്പോലെ ജീവിക്കണമെന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ അതിഭീകരമായ രാഷ്ട്രീയ സമീപനത്തിനെതിരെ അതിശക്തമായ മുന്നേറ്റം രൂപപ്പെടുത്തിയ ദളിത് പിന്നോക്ക രാഷ്ട്രീയത്തിന്റെ കൂടെയും മുസ്ലിം യൂത്ത് ലീഗിന് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ഈ സമ്മേളനത്തിന്റെ മഹത്തായ ഒരു സന്ദേശമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. ഈ മഹാസമ്മേളനം മഹാത്മാഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ബഹുസ്വരത, എല്ലാ മതവിശ്വാസങ്ങളും അതിൻ്റെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭാരതം എന്ന ബഹുസ്വരതയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രനിർമ്മാണ പ്രവർത്തനം എന്നൊരു സന്ദേശം കൂടി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഈ രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യ സമരം മുതൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ കണക്കെടുത്താൽ അതിൽ മുന്നിൽ നിൽക്കാവുന്ന മുസ്ലിം സമൂഹം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കാൻ വേണ്ടി പോരാട്ടം നടത്തിയപ്പോൾ അവിടെ നടന്ന കലാപങ്ങൾക്കിരയായും ഏറ്റവും കൂടുതൽ രക്തസാക്ഷിത്വം നമ്മുടെ നാടിന് വരിക്കേണ്ടി വന്ന ഒരു സമൂഹം, ആ സമൂഹം അവരുടെ ജീവനുള്ള കാലത്തോളം രാജാഭിമാനം കാക്കാൻ ആത്മാഭിമാനം ഉണർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുന്ന മഹാസമ്മേളനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഒരു പുതിയ പോരാട്ടത്തിന് നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള മഹാനായ ശിഹാബ് തങ്ങളുടെ കാലത്തായിരുന്നു ഷാബാനോ ബീഗം കേസിനെ മുൻനിർത്തിക്കൊണ്ട് ശരീഅത്തിന് വെല്ലുവിളി ഉയർത്തിയത്. അന്ന് വെല്ലുവിളി ഉയർത്തിയ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് മറുപടി പറയാൻ ശിഹാബ് തങ്ങളുടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുതിയ കാലത്തെ മോഡിമാരുടെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചൂക്കോടയുടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാന്യ തങ്ങൾ, ഞാൻ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.